ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വരുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കറിയാൻ സാധിക്കുക ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു ധാരണയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ ഒക്കെ പ്രതീക്ഷിച്ചതുപോലെ താരിഫ് യുദ്ധം, അവിടെ നിന്നും ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്ക്, സാധനങ്ങൾക്ക് $350 ബില്യൺ വസ്തുക്കളാണ് ചൈനയിൽ നിന്നും അമേരിക്കയിലേക്ക് വരുന്നത്. അതിനൊരു താരിഫ്, അങ്ങോട്ടും ഇങ്ങോട്ടും താരിഫ് യുദ്ധങ്ങൾ നടന്നു. എന്നാൽ ചൈനയും അമേരിക്കയും തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചൈനയ്ക്ക് തെക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഒരു ദ്വീപ്, തായ്വാൻ, തായ്പേയ് എന്നൊക്കെ പറയുന്ന ഒരു സെമി കണ്ടക്ടറിൻ്റെ ഏറ്റവും വലിയൊരു പ്രദേശമാണ്. അതിൻ്റെ സംരക്ഷണം, തായ്വാൻ പറയുന്നു ഞങ്ങളൊരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമാണ്, ചൈനയ്ക്ക് ഇതിൽ വേറൊരു പങ്കില്ല എന്ന്. ചൈന പറയുന്നു ഇത് ഞങ്ങളുടെ ഭാഗമാണ്, അതുകൊണ്ട് അത് ഞങ്ങൾക്ക് തിരിച്ചു തരണം, അമേരിക്ക അവിടെ നിന്ന് പിന്മാറണമെന്ന്. അത് ഏകദേശം ചൈനയുടെ അധിനിവേശ താല്പര്യങ്ങൾ, ഹോങ്കോങ് പിടിച്ചെടുക്കുക, ടിബറ്റ് പിടിച്ചെടുക്കുക തുടങ്ങിയ അധിനിവേശ താല്പര്യങ്ങൾ. എന്നാൽ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ചൈനയുടെ അടവ് നയമാണോ? ഡൊണാൾഡ് ട്രംപ് എന്ന വ്യക്തി അടുത്ത 3-4 വർഷത്തിലേക്ക് സഹിക്കണം. അതിന് ഒന്നില്ലെങ്കിൽ ചൈന യുദ്ധത്തിന് പോകണം, അല്ലെങ്കിൽ ചൈനയെ ഇല്ലാണ്ടാക്കും, അല്ലെങ്കിൽ ഡൊണാൾഡ് ട്രംപിനെ അനുനയിപ്പിച്ച് അടുത്ത 3-4 വർഷം മുന്നോട്ട് പോകണം. ഇതാണ് ചൈനയുടെ മുമ്പിലുള്ള ധാരണ. ഇതെന്താണ് ഈ അടവ് നയം? എന്നാൽ ഒപ്പം തന്നെ ചൈന അമേരിക്കയോടൊപ്പം കിടപിടിക്കാവുന്ന രീതിയിലേക്ക് വളർന്നിരുന്നു. അവിടുത്തെ ജനസംഖ്യ 140-150 കോടി ജനങ്ങൾ. ഒപ്പം തന്നെ അവരുടെ ഈ പുരോഗമനം എന്ന് പറഞ്ഞാൽ പല മേഖലകളിലും അവർ ഡെവലപ്പ് ചെയ്യുന്നത് പലപ്പോഴും ബൗദ്ധിക ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ്, അമേരിക്കയുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടീസ് മോഷണം ചെയ്താണ് ചൈന ഈ നിലയിലേക്ക് വളർന്നിരിക്കുന്നതെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്നാൽ ഇന്ന് ലണ്ടനിൽ വെച്ച് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാം, അന്താരാഷ്ട്ര തലത്തിൽ ഇത് കഴിയുമ്പോൾ മറ്റ് പല ഡെവലപ്മെൻറ്റ്സും, റഷ്യ യുക്രൈൻ വാർ നടക്കുന്നു, ഇസ്രായേൽ ഇറാൻ വാർ നടക്കുന്നു, അവിടെയൊക്കെ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇന്ന് ലണ്ടനിൽ വെച്ച് ചൈനയും ട്രംപും തമ്മിലൊരു ധാരണയിലെത്താൻ തീരുമാനമെടുത്തിരിക്കുന്നു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ടെക്നോളജിയുമായിട്ടും അതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ട മറ്റ് മിനറൽസ്, ലിഥിയം, റയർ എർത്ത് മിനറൽസൊക്കെ ആയിട്ടുള്ള ബന്ധപ്പെട്ട ഇതുമായിട്ട് വളരെയധികം സൂക്ഷ്മമായി പഠിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ മിഥുൻ. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നും എന്താണ് അദ്ദേഹത്തിൻ്റെ വാട്ട് ഈസ് എ ടേക്ക് ഓൺ ദീസ് തിങ്സ്, എന്താണ് അദ്ദേഹം ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്, ചൈനയും അമേരിക്കയും തമ്മിലുള്ള ധാരണ, അത് ഉണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ, അത് ലോകത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് നമുക്ക് മിഥുനിൽ നിന്നും പ്രത്യേകമായിട്ട് ഈ ധാതുക്കളെക്കുറിച്ചുള്ള കഥകൾ നമുക്ക് മിഥുനിൽ നിന്നും ചോദിച്ചറിയാം. മിഥുൻ, എന്താണ് ഇപ്പോൾ ഇന്ന് നടക്കുന്ന ഒരു ഇതിൻ്റെ? ഓക്കെ വിക്ടർ, ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ചൈന ലോകത്തെ കീഴടക്കിയിരിക്കുകയാണ്. അത് അംഗീകരിച്ചേ പറ്റൂ. അത് അമേരിക്ക അംഗീകരിച്ചു, ട്രംപ് അംഗീകരിച്ചു, അമേരിക്കൻ ജനങ്ങൾ അംഗീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോക ജനത മുഴുവൻ അംഗീകരിച്ചേ പറ്റൂ. കാരണം വേറൊന്നും കൊണ്ടല്ല, ചൈനയുടെ പ്ലാൻ എന്ന് പറയുന്നത് ഇന്ന് ഒന്നിൽ തുടങ്ങിയ പ്ലാനല്ല. വർഷങ്ങളായിട്ട് ചൈനയുടെ പ്ലാൻ എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളെ കീഴടക്കുക. എങ്ങനെയല്ല ചൈനയുടെ ഇപ്പോൾ ഓപ്പറേഷൻ രീതി എന്ന് പറയുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, അവരിപ്പോൾ ലണ്ടനിലായാലും യൂറോപ്പിലായാലും വേറെ ഏത് രാജ്യങ്ങളിലായാലും ഫാക്ടറികൾ ആദ്യം കൈയടക്കും. അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, കാരണം പീപ്പിൾ ലിബറേഷൻ, അവർ ചൈനീസ് പാർട്ടിയാണ് ഈ പറയുന്ന ഫണ്ടുകളും മുടക്കുന്നത്. അവർ ഫണ്ടുകൾ മുടക്കിയിട്ട് ഈ പറയുന്ന ഫാക്ടറികൾ കൈയടക്കിയിട്ട് ആദ്യകാലങ്ങളിൽ അവർ കുറേ കാലം അവിടെ ഓപ്പറേഷൻസ് ഒക്കെ നടത്തിയിട്ട് അവർ പിന്നീട് കംപ്ലീറ്റ്ലി എന്ത് ചെയ്യും, ഈ ഫാക്ടറിനെ കംപ്ലീറ്റ്ലി ചൈനയിലേക്ക് മാറ്റും. അപ്പോൾ ഒരു ഗ്ലോബൽ ഒരു മാനുഫാക്ചറിങ് ഹബ്ബായി മാറിയിരിക്കുകയാണ് ചൈന. താങ്കൾ അംഗീകരിക്കുന്നുണ്ടല്ലേ? നൗ കം ടു ദ പോയിന്റ്. ഓക്കെ, അതായത് ഈ പറഞ്ഞ എന്തുകൊണ്ടാണ് ഈ ട്രംപും ഈ പറയുന്ന ചൈനയുമായുള്ള ബന്ധം എന്ന് പറയുന്നത്, റെയർ എർത്ത് മിനറൽസ്, അപൂർവ ധാതുക്കളും. ഈ പറഞ്ഞ ഇത് റെയറൊന്നുമല്ല, ഇത് എല്ലായിടത്തും കിട്ടും. കേരളത്തിൽ പോലും ഉണ്ട്. കേരളത്തെ ആലപ്പുഴ, അതോടൊപ്പം തന്നെ കൊല്ലം ബീച്ചുകളിലൊക്കെ ഈ പറയുന്ന കരിമണൽ, ഇതിൽ ഈ പറഞ്ഞ 18ഓളം ധാതുക്കളും. ഈ ധാതുക്കൾ ഉപയോഗിക്കുന്ന പല കാര്യങ്ങൾക്കാണ്. ഏകദേശം ഇപ്പോൾ നമ്മുടെ F-35 മുതൽ പിന്നെ നമ്മുടെ ടെസ്ല കാറുകൾ വരെ, അതോടൊപ്പം തന്നെ ഏത് കാർ എടുത്താൽ പോലും EVയുമായി ബന്ധപ്പെട്ട് എന്തും നമ്മുടെ മൊബൈൽ ഫോണിലും എല്ലാം ഈ പറയുന്ന ധാതുക്കളുടെ ആവശ്യകതമാണ്. ഈ വർഷം 2025 ഏപ്രിലോടെ ഈ പറയുന്ന ചൈന ഇതിൻ്റെ കയറ്റുമതി നിരോധിച്ചിട്ടില്ല. അവർ ആ പ്രോസസ്സ് ഭയങ്കര സ്ട്രിക്റ്റാക്കി മാറ്റിയിരിക്കുകയാണ്. സ്ട്രിക്റ്റ് എന്ന് വെച്ചാൽ ആരാണത് യൂസ് ചെയ്യാൻ പോകുന്നത്, എൻഡ് യൂസർ ആരാണ്. ഇപ്പം ഞങ്ങൾ കയറ്റുമതി ചെയ്യാൻ തയ്യാറാണ് ഈ പറയുന്ന ധാതുക്കൾ, ആരുപയോഗിക്കാൻ പോകുന്നു എന്നതിനെപ്പറ്റി വ്യക്തമായ അഫിഡവിറ്റ് ബയ്യർ, ഇമ്പോർട്ട് ചെയ്യുന്ന രാജ്യം കൊടുത്തേ പറ്റൂ. കാരണം ഒരു കാരണവശാലും ഈ പറയുന്ന അമേരിക്കയുടെ കൈകളിലേക്ക് എത്താൻ പാടില്ല എന്ന് പറഞ്ഞു. 2025 ഏപ്രിൽ 2 മാസം മുമ്പാണ് ഈ സംഭവത്തിന് ശേഷം ഇവിടെ ജർമ്മനിയിലെ വോക്സ്വാഗൺ പ്ലാന്റ്, ടെസ്ലയ്ക്ക് റോബോട്ട്സ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ നാസ വരെ വഴിമുട്ടി നിൽക്കാൻ അമേരിക്കൻ മാനുഫാക്ചേഴ്സ് ആയിട്ടുള്ള ഈ എയറോസ്പേസ് മാനുഫാക്ചേഴ്സ്, ഡിഫൻസ്, ലോക്ക്ഹീഡ് മാർട്ടിൻ, ഈവൻ ബോംബെയിൽ പോലുള്ള, അതായത് ഷിക്കാഗോ മുതൽ ബോംബെ വരെയുള്ള, മുംബൈ വരെയുള്ള എല്ലാവിധ EV, സെമി കണ്ടക്ടർ, നിങ്ങളുടെ മൊബൈൽ ഫോൺ എല്ലാം പൂട്ടിയിരിക്കുകയാണ്. ട്രെയിനെ പൂട്ടിച്ചു എന്ന് വരാം. ഇത് വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു പ്ലാനാണ്.
പ്ലാൻ വളരെ സിമ്പിളാണ്. ഇത് പറയുന്നത് ഇതിൻ്റെ പ്രോസസ്സിങ് വളരെ കോംപ്ലക്സ് ആണ്. ഈ സംഭവം അത് വേർതിരിച്ചെടുക്കുക എന്ന് പറയും. ഇതെല്ലാം ഈ ഇടചേർന്ന് കിടക്കുകയാണ്. ഈ പറയുന്ന എല്ലാ ധാതുക്കളും, ഈ പറയുന്ന കരിമണലിലും. അതായത് അവർക്ക് മാത്രമേ അത് ചീപ്പായിട്ട് പ്രോസസ്സ് ചെയ്യാനുള്ള കഴിവുള്ളൂ. ടെക്നോളജി അവരുടെ കയ്യിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈന വർഷങ്ങളായിട്ട് ഈ പറയുന്ന വിദ്യ അവരതിനെ അഭ്യസിച്ച് അവർ ഫാക്ടറികൾ ഓപ്പൺ ചെയ്ത് 90% അപൂർവ ധാതുക്കളുടെ കൈവശം പ്രോസസ്സിങ് ചൈനയുടെ കയ്യിലാണ്. അപ്പോൾ താങ്കൾ പറയൂ, ചൈനയാണ് ലോകം ഭരിക്കുന്നത്? ചൈനയാണോ ലോകം ഭരിക്കുന്നത് വെച്ചാൽ ഇതുവരെ എത്തിയിട്ടില്ല. ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ച പോലെ അവർ അമേരിക്കയോട് മല്ലടിക്കാനും ഒരു യുദ്ധത്തിലേക്ക് ഇറങ്ങാനായിട്ട് തീരുമാനം എടുത്തിരുന്നുണ്ടെങ്കിൽ കഥ മുഴുവനും മാറിയനെ. ഓക്കെ, ഞാൻ ഇതിപ്പോൾ യുദ്ധം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും പറയണം, ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങളിൽ യുദ്ധം ഒരിക്കലും ഈ പറയുന്ന പോലെ മിസൈലുകളല്ല. അതായത് ഇന്ത്യ ഒരു ബ്രഹ്മോസ് അയച്ചു, അവിടുന്ന് PL-50 വരുന്നതല്ല. യുദ്ധം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് ടെക്നോളജി. ആരുടെ കയ്യിലാണ് ടെക്നോളജി ഇരിക്കുന്നത് അവരാണ് അൾട്ടിമേറ്റ്ലി വിജയിക്കാൻ പോകുന്നത്. ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഞാൻ പറയുന്നത് അപൂർവ ധാതുക്കൾ ചൈനയുടെ കയ്യിലാണ്. ഇന്ത്യക്കും വേണം. ഇന്ത്യ സെൻഡിങ് ഡെലിഗേഷൻ സെൻഡ് ചെയ്യാൻ പോകുന്നു. നരേന്ദ്രമോദിജിയുടെ അണ്ടറിൽ ചൈനയിലേക്ക് ഡെലിഗേഷൻ സെൻഡ് ചെയ്തിട്ട് ഇതിനൊരു വിലക്കം, ഇന്ത്യക്ക് അതിൽ എന്തെങ്കിലും ഒരു ചെറിയ ഇളവ് തരാൻ സാധിക്കുമോ എന്ന് അഭ്യർത്ഥിക്കാൻ പോവുകയാണ് ചൈനയോട്. ചിന്തിച്ച് നോക്കണം, ചൈന എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാൻ ഇപ്പോൾ 5th ജനറേഷൻ ഫൈറ്റർ ജെറ്റ് ഫ്രീ ആയി കൊടുക്കാൻ പോകണം 50% അവർ JL-15. അപ്പോൾ അത് ഞാൻ ഒരു വിവരങ്ങളിലേക്ക് പോകുന്നില്ല. പറഞ്ഞു വരുന്ന സംഭവം എന്ന് പറയുന്നത് ചൈനയുടെ ഈ പറയുന്ന നീരാളിപ്പിടുത്തം ഇന്നലെയോ ഇന്നോ ആരംഭിച്ചിരിക്കുന്നതല്ല. വർഷങ്ങളുമായിട്ട് അവർ ബന്ധപ്പെട്ട് അവർ നടത്തിയ തയ്യാറെടുപ്പുകൾ അവരുടെ ഫലവത്തായിരിക്കും. പറയൂ. താങ്കളിപ്പോൾ പറഞ്ഞ മാതിരി ചൈനയുടെ നീരാളിപ്പിടുത്തം, അതല്ലെങ്കിൽ ചൈനയുടെ അധിനിവേശം, അതല്ലെങ്കിൽ ചൈനയ്ക്ക് ലോകം ഭരിക്കാനായിട്ടുള്ള സ്വപ്നം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ, ഞാൻ നേരെ താങ്കളെ കൊണ്ടുപോകുന്നത് ഒരു 100-150 വർഷം മുമ്പത്ത് നമ്മളിരിക്കുന്ന ഈ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റ്, കാർ കണ്ടുപിടിച്ച്, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച്, ഇമെയിൽ കണ്ടുപിടിച്ചത് തൊട്ട് ഞാൻ വലിയ കാര്യങ്ങൾ പറയുകയാണ്. ഇമെയിൽ, കമ്പ്യൂട്ടർ തൊട്ട് ഇൻ്റർനെറ്റ് മുതൽ എല്ലാം കണ്ടുപിടിച്ചത് അമേരിക്കയാണ്. കാറ്, പ്ലെയിന്, നിങ്ങൾ ഇന്ന് കാണുന്നതിൽ ഇന്നത്തെ ആധുനിക യുഗത്തിൻ്റെ എല്ലാം കഴിഞ്ഞ 150-200 വർഷത്തിനുള്ളിൽ അമേരിക്ക കണ്ടുപിടിച്ചതാണ്. അതിലും മുമ്പ് UK നിന്നും ബ്രിട്ടനിൽ നിന്നും യൂറോപ്യൻ സായിപ്പുകൾ കണ്ടുപിടിച്ച കുറേ ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ കഴിഞ്ഞ 400 വർഷങ്ങളായിട്ട് ലോകത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ചൈന ഇന്ന് കൈവച്ചിരിക്കുന്ന നേട്ടം എന്ന് പറയുന്നത് ചൈന കണ്ടുപിടിച്ചതല്ല. ഇവിടെയുള്ള കമ്പനികളുടെയും ഹാക്ക് ചെയ്ത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി നിയമങ്ങൾ, ലോകത്തുള്ള ഇന്ന് വരെ ഉള്ള എല്ലാ പേറ്റൻറ്റ് നിയമങ്ങളും, എല്ലാ നിയമങ്ങളും, നമുക്കറിയാവുന്ന പോലെ ഒരു ഉദാഹരണം ലാൻഡ് റോവർ അല്ലെങ്കിൽ റേഞ്ച് റോവർ എന്ന് പറയുന്ന കാറ്, അത് അതേമാതിരി പോലെ മോഷ്ടിച്ചാൻ്റെ ചൈനയിൽ പേറ്റൻറ്റ് നശിപ്പിച്ചുണ്ടാക്കിയിരിക്കുകയാണ്. അല്ല, ഞാൻ പറഞ്ഞ അവസാനിപ്പിക്കട്ടെ ഒരു മിനിറ്റ്. അപ്പം അമേരിക്കയിൽ ഞാൻ പറയാൻ താങ്കളെ ഗണ്ഡിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കൻ സായിപ്പാണോ മൂക്കുപതിഞ്ഞ ചൈനക്കാരനാണോ? അവിടെ അമേരിക്കൻ സായിപ്പും അത് ഒരു ആംഗ്ലോ സാക്സോൺ കൾച്ചർ എന്ന് പറയും. യൂറോപ്പ് ആൻഡ് അമേരിക്ക. സായിപ്പ് അവനാണ് ലോകം ഭരിച്ചിട്ടുള്ളത്, ലോകം ഭരിക്കുന്നതും അവനാണ് ഭരിക്കുന്ന ആഗ്രഹം. അവൻ അടിയറിവ് പറയില്ല. പ്രത്യേകിച്ച് ട്രംപിനെ പോലെയുള്ള ഒരു ഒബാമ കൂതറ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആണെങ്കിൽ തോറ്റു കൊടുക്കാനുള്ള ഇത് ചെയ്യും. പക്ഷേ ട്രംപിനെ പോലെയുള്ള ഒരു സായിപ്പും അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സായിപ്പുമാരും അവൻ അടിയറിവ് പറയില്ല. അവൻ അടിച്ച് ഒന്നില്ലെങ്കിൽ ഡിഫൻസിലോ എക്കോണമിയിലോ എവിടെയെങ്കിലും അടിച്ച് നിന്ന് നേടി അവൻ്റെ താല്പര്യങ്ങൾ അവൻ സംരക്ഷിച്ചിരിക്കും. അത് നമ്മൾ കഴിഞ്ഞ ഒരു 600-700 വർഷം അതാണ് ലോകത്തിൻ്റെ ചരിത്രം. അപ്പോൾ സായിപ്പ് ചൈനയ്ക്ക് അത് വിട്ടുകൊടുക്കില്ല. ചൈനയ്ക്ക് അത് വിട്ടുകൊടുക്കില്ല. അവർ യുദ്ധം ചെയ്യേണ്ടി വന്ന യുദ്ധം ചെയ്ത്, അതായത് ഈ താങ്കൾ നേരത്തെ പറഞ്ഞത് വർഷങ്ങളായിട്ട് ചൈന ഒരു 25 വർഷമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. ഇത് അമേരിക്കയും യൂറോപ്യൻ സായിപ്പും പ്ലാൻ ചെയ്തിരിക്കുന്നത് അതിലേക്കും മേലെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന വർഷങ്ങളായിട്ട്. അപ്പോൾ ചൈനയെ ഒരു ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ്റെ കഥ പറഞ്ഞോണേ, സോവിയറ്റ് യൂണിയനെ 1980കളുടെ അവസാനം റൊണാൾഡ് റീഗൻ വന്നിട്ട് ഛിന്ന ഭിന്നമാക്കി നശിപ്പിച്ച് ഇല്ലാണ്ടാക്കി. അതേമാതിരി ചൈനയ്ക്കൊരു ദിവസം അമേരിക്ക കരുതി വെച്ചിട്ടുണ്ടാവും. കാരണം വെറുതെ വിട്ടുകൊടുക്കാൻ സാധ്യത വളരെ കുറവാണ്. ചൈന നിങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ തോറ്റു പിന്മാറുന്നു എന്ന് അമേരിക്ക പറയുമെന്ന് പ്രതീക്ഷയില്ല. അത് ട്രംപ് മാറിയാലും ഒബാമ വന്നാലും ബൈഡൻ വന്നാലും നാളെ കമല വന്നാലും. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും വരും ദിവസങ്ങളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിക്കും ആരായിരിക്കും ലോകത്തിലെ 1ാം നമ്പർ, ആരാണ് ലോകം ഭരിക്കാൻ പോകുന്നത്. ചൈനയ്ക്ക് അമേരിക്ക വിട്ടുകൊടുക്കുമോ? ചൈന അമേരിക്ക അടിയറവ് പറഞ്ഞിട്ടെങ്കിൽ നിങ്ങൾ ആയിക്കോ ലോകത്തിൻ്റെ അധികാരി എന്ന് അമേരിക്ക പറയുമോ എന്നുള്ളത് ആണ് ഇത് കാണുന്നത്. അതിൽ ഒരു പക്ഷേ തായ്വാനെ വിട്ടുകൊടുക്കാം, ഒരു പക്ഷേ ട്രംപ് തായ്വാനെ ബലി കൊടുത്തേക്കാം. അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത്.